ദൈവമക്കളെ, ഇതാ നമ്മളെല്ലാവരും വചനത്തിന്റെ ചുറ്റും കൂടിയിരിക്കുകയാണ്. വചനമാകുന്ന യേശു നമ്മുടെ പക്കലേക്ക് കടന്നു വരികയാണ്. ദൈവം സമ്മാനമായി നൽകിയ ജെറുസലേം ശുശ്രൂഷയോർത്ത് ഞാൻ നന്ദി പറയുകയാണ്. ഓരോ ഭവനങ്ങളിലേക്കും, ഓരോ കൂട്ടായ്മകളിലേക്കും, ഓരോ കുഞ്ഞുങ്ങളിലേക്കും, ഓരോ സഹന പൂക്കളിലേക്കും ഇന്നത്തെ വചനം ആഴ്ന്നിറങ്ങട്ടെ. തന്റെ വചനമാണ് കേൾക്കാൻ പോകുന്നത്. 31 സങ്കീർത്തനം 16 തിരുവാക്യം. നല്ലൊരു വചനമാണ്, നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട വചനമാണ്. അതിപ്രകാരമാണ്: അങ്ങയുടെ ദൃഷ്ടി ഈ ദാസന്റെ മേൽ പതിക്കണമേ, അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. എന്താ പറഞ്ഞത്? ആരുടെ മേലാണ് കർത്താവിന്റെ ദൃഷ്ടി പതിയുന്നത്? ദാസന്മാരുടെ മേൽ, ദാസിമാരുടെ മേൽ. ആരാണ് ദാസൻ, ദാസി എന്ന് പറയുന്നത്? ദൈവത്തിന്റെ അരൂപിയാൽ നയിക്കപ്പെടുന്നവരും നിയന്ത്രിക്കപ്പെടുന്നവരും ഭരിക്കുന്നവരുമാണ് ദൈവത്തിന്റെ ദാസന്മാർ, ദാസിമാർ. അവരുടെ മേലാണ് ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മ പറന്നിറങ്ങുന്നത്. വചനം ഓർമ്മപ്പെടുത്തുന്നു: ഞാൻ നിന്നെ രക്ഷിക്കും. ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. ഈശോ രക്ഷകനാണ്, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. കടുത്ത നിരാശകളിൽ നിന്ന് രക്ഷിക്കാനാണ് ഈശോ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നത്. നിയന്ത്രിക്കാനാവാത്ത ചില കോപമുള്ളവരില്ലേ, അവരെ അനുഗ്രഹിക്കാൻ, സഹായിക്കാൻ, മാനസിക രോഗങ്ങളിൽ പെട്ട് കഷ്ടപ്പെടുന്നവരെ രക്ഷിക്കാൻ, നിയന്ത്രണം വിട്ട് സംസാരിക്കുന്നവര്, പെരുമാറുന്നവരില്ലേ, അവരെ രക്ഷിക്കാനാണ് ഈശോ വരുന്നത്. ദുർമരണങ്ങളെ തടയാൻ, അവരെ രക്ഷിക്കാനാണ് ഈശോ വരുന്നത്. നിരന്തരമായിരിക്കുന്ന പൈശാചിക പീഡയുള്ള, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പൈശാചിക പീഡയുള്ള ഭവനങ്ങളെ രക്ഷിക്കാനാണ് ഈശോ വരുന്നത്. അശ്ലീലമായ ചില സ്വഭാവങ്ങൾ ഓർത്തു നോക്കിയേ, അതിൽ നിന്ന് രക്ഷിക്കാനാണ് ഈശോ കടന്നു വരുന്നത്. പാപകരമായിരിക്കുന്ന ചില ബന്ധങ്ങൾ, ചില കാഴ്ചകൾ, ചില കേൾവികൾ, ഇതിൽ നിന്ന് രക്ഷിക്കാനാണ് ഈശോ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് നാം പറയുന്നത്: അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ എന്ന്. മകളെ, പ്രത്യേകമായി എല്ലാ യുവതി യുവാക്കളെയും കർത്താവിന്റെ ദയാദൃഷ്ടി പതിക്കണമേ. ഇന്നേ ദിവസം പ്രാർത്ഥനാ സഹായം തേടി ജെറൂസലമിൽ വന്നിട്ടുള്ള സർവ കൈക്കുഞ്ഞുങ്ങളെയും, ബാലികാ ബാലന്മാരെയും, യുവജനങ്ങളെയും, ദമ്പതികളെയും, ഏകസ്ഥരെയും, വയോവൃദ്ധരെയും, വൈദികരെയും, സിസ്റ്റേഴ്സിനെയും അനുഗ്രഹിക്കണമേ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.